ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ കഥയാണ് പറയാൻ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പോയത്. ഞങ്ങൾ തലേദിവസം തന്നെ നല്ല ചിക്കൻ ഒക്കെ മേടിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഒരു ട്രിവാൻഡ്രം സ്റ്റൈൽ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ട് പോകാനായിരുന്നു. എന്നിട്ട് തലേദിവസം എല്ലാം മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചു. രാവിലെ എണീറ്റ് അതെല്ലാം 2 പാനിലാണ് വറുത്തെടുത്തത്. ഒരു പാനിൽ നോക്കിയപ്പം ഒരു പാനിൽ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ആ കൈ കണ്ടോ, ഒരു ഫുഡ് ടെസ്റ്ററിൻ്റെ കൈയാണേ. ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഉണ്ടാക്കിയത് കൊള്ളാമോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈയാണ് കാണുന്നത്. പിന്നീട് അത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ചേർത്ത് വഴറ്റിയിട്ട് ഒരു ബേസ് പോലെ ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ചിക്കൻ ഫ്രൈ ആക്കി. നല്ല ചിക്കൻ ഫ്രൈ ആയിരുന്നു. കുറച്ച് എരി കുറവായിരുന്നു ഞാനിട്ടത്, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം പാക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. ഞാൻ ആദ്യമേ ഇവിടെ നോക്കിയപ്പോൾ പാത്രം ഒന്നും കാണുന്നില്ലായിരുന്നു. പിന്നീട് നല്ലൊരു പാക്കിങ് ഒരു പാത്രം കണ്ടു. അതിനകത്ത് പാക്ക് ചെയ്ത് നമ്മൾ ഫ്രണ്ടിന് വീട്ടിൽ കൊണ്ടുപോകാനാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടു. എന്നിട്ട് ഞങ്ങൾ ഊബർ നോക്കിയിട്ട് പതുക്കെ വണ്ടി കിട്ടിയപ്പോൾ താഴോട്ട് ഇറങ്ങി നടക്കുവാണ്. ഊബറിനാണ് പോകുന്നത്. ഇതിനു മുമ്പേ നമ്മൾ പോയപ്പോൾ മെട്രോയ്ക്കായിരുന്നു പോയത്. ഇന്ന് കുഞ്ഞിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരണ്ടെന്ന് കരുതി ഊബർ പിടിച്ചാണ് പോയത്. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു 25 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പോകുന്ന വഴി ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കണ്ടു. എന്നിട്ട് കുഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനങ്ങ് ഉറങ്ങിപ്പോയി. നന്നായിട്ട് അവിടെ എത്തുന്നിടം വരെ കുഞ്ഞുറക്കമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കുഞ്ഞിനെ. അവനങ്ങനെ കിടന്നുറങ്ങുന്ന ഭയങ്കര ഇഷ്ടമാണ്. പോകുന്ന വഴിയിലൊരു വലിയ ഗണപതിയെ കണ്ടു. അതിൻ്റെ ഒരു വിഷ്വലാണ് കണ്ടത്. നല്ല തിരക്കുണ്ടായിരുന്നു പോകുന്ന വഴി, എങ്കിലും വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ മൂവിങ് ട്രാഫിക്കായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോഴത്തേന് കപ്പ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അവരുടെ ആ ഒരു കണ്ണൂർ സ്റ്റൈൽ കപ്പ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അതിനകത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഒരു കപ്പ ബിരിയാണി കഴിക്കുന്നത്. നല്ല എല്ലൊക്കെ ഇട്ട്, ഇറച്ചിയുടെ എല്ലൊക്കെ ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു. പിന്നീട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മാന്യത ടെക് പാർക്കിൻ്റെ ആ സൈഡൊക്കെ എത്തി. അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലോട്ടുള്ള വഴിയിലോട്ട് നമ്മൾ കയറി. അവിടെ അടുക്കാറായപ്പോഴത്തേന് കുഞ്ഞ് എണീറ്റു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊബറിനൊക്കെ പേയ്മെൻറ്റൊക്കെ ചെയ്തു. നല്ലൊരു ഡ്രൈവിംഗ് ആയിരുന്നു ആ ഊബർ ആളുടെ. എന്നിട്ട് ലിഫ്റ്റിൽ കയറി മേലോട്ട് പോവുകയാണ്. നല്ല സീനറിയാണ് ഈ ഫ്രണ്ട് താമസിക്കുന്നിടത്തെ ആ ഒരു ഏരിയ. ബാംഗ്ലൂർ ആണെങ്കിൽ പോലും ഒരു കുറച്ച് ഔട്ട്സ്കേർട്സ് പോലുള്ളൊരു ഏരിയ ആയതുകൊണ്ട് കുറേ മരങ്ങളും നല്ല കാറ്റും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്. അത് ഫ്രണ്ടിൻ്റെ കുഞ്ഞാണ്. ആൾ അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ബാഗൊക്കെ ഇട്ട് കാണിക്കുമായിരുന്നു. കുഞ്ഞുമായിട്ട് ഭയങ്കര കളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു ചെറിയൊരു ഫ്ലൈറ്റ് പോകുന്നതാണ് ആ കാണുന്ന, ഒരു പ്രൊപ്പല്ലർ പോലെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കപ്പ ബിരിയാണി. നല്ല കപ്പ ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായിട്ട് താളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.